വിമാനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ മുൻവശത്ത് സ്ക്രീനിൽ നമുക്ക് ഇത്തരം ചില കാര്യങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനും പറ്റും. നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ട് ഏതാണെന്നും എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, എങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്ന കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ് നമുക്കിതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, പലവിധ ആക്ടിവിറ്റികളും ഇവർ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൂവീസ് സെലക്ട് ചെയ്ത് അത് വാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗെയിം കളിക്കാനുള്ള സംവിധാനം ഇതിനകത്ത് ചില വിമാനങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സൗകര്യം എല്ലാ വിമാനങ്ങളിലും ലഭ്യമല്ല. പ്രീമിയം എയർലൈൻ കമ്പനികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സംവിധാന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. മാത്രമല്ല, ഇതിനപ്പുറത്ത് ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഓപ്ഷൻസ് ഈ സ്ക്രീനിൻ്റെ അകത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണിത്. നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ട്, അതിൻ്റെ നെയിം നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, എത്ര അടി ഉയരത്തിലാണ് വിമാനം പറക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്കതിൽ നോക്കി മനസ്സിലാക്കാനും സാധിക്കും. നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ട് കൃത്യമായിട്ട് ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കും. കണ്ടില്ലേ, ഒരു നേർരേഖ പോലെ വിമാനം പോകുന്ന റൂട്ട് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സൂം ആയിട്ട് വരുമ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ശ്രീലങ്കയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിലെ കൊളംബോയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ, ആ റൂട്ട് കൃത്യമായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. കൂടാതെ നമ്മൾ യാത്ര ചെയ്യുന്ന ആ ഭാഗം, വിമാനത്തിൻ്റെ പുറത്തുള്ള ടെമ്പറേച്ചർ, ക്ലൈമറ്റ് എന്താണെന്നുള്ള വ്യക്തമാക്കി നമുക്ക് കാണാൻ പറ്റും. -41 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് രക്തം പോലും ഐസായി പോകുന്നത്ര തണുപ്പാണ് പുറത്ത്. കാരണം വിമാനം എത്ര ഉയരത്തിലാണ് പറക്കുന്നത് എന്നും നമുക്ക് ആ ബോർഡിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഏകദേശം 10,000 മുകളിൽ മീറ്റർ ഹൈറ്റിലാണ് വിമാനം പറന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വിമാനം പറക്കുന്ന സ്പീഡ് എത്രയാണ് എന്നുള്ളതും അതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വിമാനയാത്രയിലെ ബോറടി മാറ്റാൻ നമുക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യാവുന്നതാണ്. എല്ലാ വിമാനങ്ങളിലും ഈ സൗകര്യം ലഭ്യമല്ല. ചില പ്രീമിയം എയർലൈനിൽ മാത്രമായിരിക്കും ഇത്തരം സംവിധാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. എക്കോണമി സീറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ മുൻവശത്ത് ചില വിമാനങ്ങളിൽ ഈ സ്ക്രീന് നമുക്ക് കാണാൻ പറ്റും. എത്ര സ്പീഡിലാണ് വിമാനം സഞ്ചരിക്കുന്നത് എന്നും നമുക്കറിയാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും 900 കിലോമീറ്റർ പെർ ഹവറിലാണ് വിമാനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതും ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും.